സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെയധികം എന്താ പറയുക സപ്പോർട്ട് ചെയ്യണ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അത് എലമെന്റ്സ് വെൽനെസിന്റെ വുമൺ കമ്പാനിയൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. വുമൺ കമ്പാനിയൻ എന്ന് പറയുന്നത് ആ പേര് തന്നെ ഉണ്ട്, സ്ത്രീകളുടെ സുഹൃത്ത് എന്നുള്ള ആ പേര് തന്നെ അതിനകത്തുണ്ട്. അപ്പം ഒരു യൂട്രസിന്റെ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് ആ ഒരു പീരിയഡ്സ് തുടങ്ങുന്നത് വരെ അവസാനം വരെ സ്ത്രീകളുടെ രക്ഷയ്ക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ. അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കോമ്പിനേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് അശോകം. അശോകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഒരു കാലഘട്ടത്തിൽ അശോക എന്ന് പറയുന്നത് നമ്മുടെ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും കഴിച്ചേക്കണത് നമുക്ക് എല്ലാവർക്കും അറിയാം. അശോകം ശരിക്കും പറഞ്ഞാൽ ഡയറക്ട്ലി നമ്മുടെ യൂട്രസിന്റെ ഹെൽത്തിന് ഹോർമോൺ വേരിയേഷൻസ് മാറ്റി നോർമൽ സൈക്കിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അശോകം. പിന്നെ ബാല, ഗോക്ഷുരം, ഇരട്ടിമധുരം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിച്ച് ഇൻ ആന്റി ഓക്സിഡൻസ് ആണ്. അത് ഈ 3 ഹെർബ്സും ഭയങ്കര റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് ആണ്. അത് യൂട്രസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഭയങ്കര നല്ലത്. പിന്നെ വരുന്നത് പുനർനവ അല്ലെങ്കിൽ തഴുതാമ. നമുക്ക് എപ്പോഴും അറിയാം, നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂട്ടിക്കൊണ്ട് ടോക്സിൻസിനെ പുറന്തള്ളാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് തഴുതാമ. പിന്നെ മരമഞ്ഞൾ. മഞ്ഞൾ എന്ന് പറയുന്നത് ആന്റി ഇൻഫെക്ഷ്യസ് ആണ്, അതായത് നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാണ്ടിരിക്കാൻ അതിനെ പ്രിവെന്റ് ചെയ്യേണ്ടതാണ് മരമഞ്ഞൾ. പിന്നെ നമുക്ക് ഉണ്ട് ശംഖുപുഷ്പം, അതേപോലെ ബ്രഹ്മിയും അശ്വഗന്ധ. ഇതെല്ലാം ബ്രെയിൻ ആയിട്ട് കണക്ട് ചെയ്യണം. അതായത് നമുക്ക് ഓരോ ഹോർമോൺ പ്രൊഡക്ഷൻസും അല്ലെങ്കിൽ ഹോർമോണിന്റെ ഇംബാലൻസും ഒക്കെ കണക്ട് ചെയ്യണം, നമ്മുടെ ബ്രെയിനിലെ സിഗ്നൽസ് ആയിട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ ഇതൊരു നോർമൽ സൈക്കിൾ ആയിട്ട് കൊണ്ടുവരാനാണ് ബ്രെയിനിന് വേണ്ട ആക്ഷൻസ് കൊടുക്കാനും വേണ്ട സിഗ്നൽസ് ബ്രെയിനിന് കൊടുക്കാനും, അതേപോലെ ഹോർമോൺ റിലീസിങ്ങിനാണെങ്കിൽ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസ് ആയിട്ടുള്ള കണക്ഷനും ആ എല്ലാത്തിന്റെയും വേണ്ട രീതിയിലുള്ള ഒരു ആരോഗ്യത്തിന് ഈ 3 കോമ്പിനേഷൻസ് വളരെ നല്ലതാണ്. പിന്നെ ഉള്ളതാണ് ശ്വേതമുസ്ലി എന്ന് പറയുന്നത് ശതാബേരി. ശ്വേതമുസ്ലി വൈറ്റ് ഡിസ്ചാർജിന് വളരെ നല്ലതാണ്. ശതാബേരി ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അത് ഓവറോൾ നമ്മുടെ ഈ വൈറ്റ് ഡിസ്ചാർജ് ഇല്ലാണ്ടിരിക്കാനായിട്ട്, നമ്മുടെ വേസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട്, പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഡിസ്കംഫർട്ടിനും വളരെ നല്ലതാണ്. എല്ലാ തരം ഡിസ്കംഫർട്ടും മൂഡ് സ്വിങ്സും എല്ലാത്തിനും വളരെ എഫക്റ്റീവ് ആയിട്ട്. ഇത് ആർക്കൊക്കെ കഴിക്കാം? പീരിയഡ്സ് തുടങ്ങിയ ആ പ്രായം മുതൽ നിൽക്കുന്ന പ്രായം വരെ നമുക്ക് കഴിക്കാം. ഞാൻ പറഞ്ഞു, നിൽക്കുമ്പോഴും നമുക്ക് ആരോഗ്യത്തോടുകൂടെ വേണം നമ്മുടെ ശരീരത്തിൽ ഈ പീരിയഡ്സ് നിൽക്കാനായിട്ട്. ആ മെനോപോസ് എന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കണം. അതൊരു 15 ml വെച്ച് 2 നേരം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ചില ആൾക്കാർക്ക് ഇതിന്റെ കൂടെ വയറുവേന സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയറുവേന ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യമൊക്കെ നമ്മൾ ഇത് കഴിച്ച് ഒരു 3 to 4 months നമ്മൾ റെഗുലർലി ഇത് കഴിക്കണം. അപ്പൊ ഇതിന് സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് നോവേദന ക്യാപ്സ്യൂൾ കഴിക്കാവുന്നതാണ്. ഇനി സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. നമ്മുടെ പീരിയഡ്സ് ഇറഗുലർ ആവാനുള്ള ഒരു ഫാക്ടർ സ്ട്രെസ് ആണ്. അപ്പൊ സ്ട്രെസ്സുള്ള ആൾക്കാർക്ക് ഫൈറ്റ് സ്ട്രെസ് നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാവുന്നതാണ്. പിന്നെ എനീമിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഫീലിംഗ് എന്ന് പറയുന്ന അയൺ സിറപ്പ് നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഒരിക്കലും പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് കൊടുക്കാൻ പാടില്ല. 2-3 മാസത്തോളം ഇത് പീരിയഡ്സ് വന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. യു ഷുഡ് കൺസൾട്ട് ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി.